ദർശ, എന്താണ് നിനക്ക് പറ്റിയത്? ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കേസാണ് ഹെൽന. എന്താണ് സംഭവം? എനിക്കും കൂടി പറഞ്ഞു തരൂ. എന്താന്ന് വെച്ചാൽ ഹെൽന, ഈ പ്ലോട്ടുകളിൽ കുറെ ആൾക്കാർ കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട്. ഈ പ്ലോട്ടിൽ കുറെ എലികളും പാമ്പുകളും ചത്തുകിടക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. രാത്രി ഇവിടെ കുറെ ഓളികളും ശബ്ദങ്ങളും കേൾക്കുന്നു. എത്ര കണ്ടുപിടിച്ചിട്ടും ഇത് കിട്ടാത്തൊരു കേസാണ്. ഇതൊരു മിസ്റ്ററി നടന്ന കേസാണ് ഹെൽന. ദർശ, നമുക്ക് ഇപ്പോൾ തന്നെ ആ പ്ലോട്ട് വരെ ഒന്ന് പോയി നോക്കാം. എന്തു പറയുന്നു? ഓക്കെ ഹെൽന, നമുക്ക് പോവാം. ഇത് നല്ലൊരു പ്ലോട്ടാണ്. ഹെൽന, ഒരു പെൺകുട്ടി ഇവിടെ ഇരിക്കുന്നു. എന്താ നിന്റെ പേര്? എൻ്റെ പേരാണ് മിമ. നീ എന്താണ് ഇവിടെ തനിച്ചിരിക്കുന്നത്? അല്ല, അതേ നോക്കൂ, അവിടെ ഒരു പെൺകുട്ടി. ഇവിടെ ആ പെൺകുട്ടി? നിനക്ക് വല്ല ഭ്രാന്തായോ? ശരിക്കും ഇവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു ഹെൽന. നമുക്ക് രാത്രി വരാം. രാത്രിയാണ് ഇവിടെ നിറച്ച് ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്. നമുക്കിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവാം. ഇന്ന് നമുക്ക് പോകാൻ സമയമില്ല, അതുകൊണ്ട് നാളെ നമുക്ക് പോകാം. ഓക്കെ ഹെൽന, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ കിടന്നുറങ്ങട്ടെ. ഓക്കെ, സെറ്റ്. ദർശ, ദർശ, നീ ഉറങ്ങുകയാണോ? നീ എന്നെ മറന്നോ? നീ എങ്ങനെ ഇവിടെ വന്നത്? ഞാൻ നിനക്ക് വേണ്ടി വന്നതാണ് ദർശ. അവളെവിടെ മിമ? ഈ പൗർണമിയിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും ദർശ. അവൾ പിന്നെയും അപ്രത്യക്ഷമായി. എന്താണ് ദർശ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ ഞാൻ കുറെ അലർച്ചകളൊക്കെ കേട്ടല്ലോ. ഞാൻ ഇന്നലെ അവളെ കണ്ടു. ആരെ? മിമയെ. ഒന്ന് പോ ദർശ, വെറുതെ ഒന്നും പറയല്ലേ. അല്ല, അവൾ പറഞ്ഞു ഈ മാസം പൗർണമിയിൽ അവളുടെ കൂടെ എന്നെ കൊണ്ടുപോകുമെന്ന്. സത്യമായിട്ടും അങ്ങനെ ഉണ്ടായോ? യെസ്. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ദർശ. നമുക്ക് അതിപ്പോ തന്നെ അന്വേഷിക്കണം. എവിടെ ബുക്കും പേപ്പറും? ഇതാണ് നമ്മളുടെ പ്ലാൻ. എങ്ങനെയുണ്ട് പ്ലാൻ? നല്ല പ്ലാനാണത്. എടാ, ഞാൻ ആ സ്ഥലം കണ്ടുപിടിച്ചു. നിന്നെ ശല്യപ്പെടുത്തുന്ന മിമയുടെ ഫുൾ കഥയും ഞാൻ അറിഞ്ഞു. എവിടെ? എങ്ങനെ? മിമയുടെ കഥ അറിഞ്ഞാൽ നീ ആയാലും കരഞ്ഞു പോകും. എങ്ങനെ? അത് പറയൂ. അത് അവൾ ഒരു നല്ല സുന്ദരിയായിരുന്നു. അവൾ എല്ലാവരോടും നല്ല കരുണയും എല്ലാവരോടും നല്ല പാവവും നല്ലൊരു കുട്ടിയുമായിരുന്നു. അങ്ങനെയിരിക്കെ അവൾക്ക് പഠിത്തത്തിലൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു. പയ്യെ പയ്യെ അവളുടെ പഠിത്തം നഷ്ടപ്പെട്ടു. അവൾക്ക് കണക്കിലും സയൻസിലൊക്കെ മൊട്ട കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് അയൽവീട്ടിലത്തെ ഒരു ചേട്ടനെ അവൾക്ക് ഇഷ്ടായത്. അവൻ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവനെന്ത് സുന്ദരനാ! അങ്ങനെ ഇരിക്കെ അവൾ വിചാരിച്ചു അവളുടെ മനസ്സിലെ കാര്യം അവനോട് തുറന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അവനും ഭയങ്കര സന്തോഷമായി, കാരണം അവളെക്കാൾ സുന്ദരി വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഒന്നായി. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവൾ ഭയങ്കര പണക്കാരിയായിരുന്നു. അവൾക്ക് അതിന്റെ ചെറിയൊരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അവളുടെ സ്വത്തിന്മേൽ ഭയങ്കര ഇഷ്ടം തോന്നി. അതുകൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് അവളെ തട്ടിയിട്ട് അവളുടെ സ്വത്തൊക്കെ അടിച്ചു മാറ്റാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ അവളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അവൾക്ക് ജ്യൂസ് കൊടുത്തു. അവൾ അത് കുടിച്ചു. അവൾ
മരിച്ചു. അവളുടെ പ്രോപ്പർട്ടി മുഴുവൻ ഒപ്പിട്ടു വാങ്ങാനായി ഉള്ള ചെക്കിൽ അവളെ കൊണ്ട് സൈൻ ചെയ്യിച്ചു. മരണശേഷം അവളുടെ വീട് മൊത്തം അവനാണെന്നും സൈൻ ചെയ്യിച്ചു. എന്നിട്ട് അവളെ വലിച്ചു കൊണ്ടുപോയി. കുഴിച്ചിട്ടു. നമുക്ക് അവളുടെ അടുത്ത് ഇങ്ങനൊരു ചതിയും ചെയ്യണ്ടായിരുന്നു. നമുക്ക് അവളുടെ അടുത്ത് ചോദിക്കാം അവളെ കൊന്നതാരാണ്. നീമ 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 നീമ, എന്താടാ നിനക്ക് വേണ്ടത്? നിന്നെ കൊന്നയാളാരാണ്? സുഭാകരൻ. സുഭാകരൻ നമ്മുടെ വീടിന്റെ അപ്പുറത്ത് തന്നെയല്ലേ താമസിക്കുന്നത്? അതേലോ. നമുക്കിപ്പോ തന്നെ അവനെ പോയി തട്ടാം. ഓക്കെ ഓക്കെ, നമുക്ക് പോവാം. എന്താണ് പറ്റിയത് മീമേ? നമുക്ക് അവനെ തീർക്കണ്ടേ? എനിക്ക് തീർക്കണം അവനെ. അതിനെന്താ മീമേ, നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാം. എന്നെ കൊന്നാലേടാ. എടാ സുഭാകര, നീ എന്നെ കൊന്നാലടാ. നീ ഇനി ജീവിക്കണ്ട. നിങ്ങൾക്കൊക്കെ ഒരു 100 നന്ദിയുണ്ട്. താങ്ക്സ്. ഓക്കെ മിമ്മ, നീ ഇനി പോയിക്കോളൂ. നിങ്ങളെന്താ വിചാരിച്ചേ ഞാൻ പോകുമെന്നാണോ?